ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ ഏട്ടൻ്റെ വൈഫ് ഹൗസിലേക്കാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സൽക്കാരം. അപ്പോൾ സൽക്കാരം എന്താണെന്നല്ലേ, വെക്കേഷൻ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഒത്തുകൂടാറുണ്ട്. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള വിസിറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവരെ സൽക്കാരത്തിന് വിളിക്കുന്നതും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ നാട്ടിലുള്ളത് കൊണ്ട് ഞങ്ങളും കൂടെ അതിൽ ജോയിൻ ചെയ്യാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫുൾ ഫാമിലി ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടെ കൂടിയൊരു ഒത്തുകൂടലാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിതാ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് വീട് കാണാം. അതുപോലെ തന്നെ ഇവിടെ പറമ്പിലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കണ്ട എല്ലാം ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീടിനകത്ത് പിള്ളേർ സെറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരെയൊക്കെ എല്ലാവരെയും നിങ്ങൾക്ക് നന്നായിട്ടറിയാം, എൻ്റെ വീഡിയോയിലൂടെ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തെ ഒരു ചെടിയിൽ നിന്ന് കുറച്ച് ചാമ്പയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവർക്ക് കൊടുക്കാം. അവിടെ ചെടി ഉണ്ട്, നിറയുണ്ട്. ചെടിയില് നിറയെ തൂങ്ങിക്കുണ്ട്. പുഴൊന്നുമില്ല, നോക്കണം. നല്ല അടിപൊളി റെഡ് കളർ ചാമ്പയ്ക്ക കണ്ടില്ലേ, നല്ല മധുരമാണ് കേട്ടോ ഇത്. ഇതിനൊരു പുളിയില്ല. അപ്പോൾ പിള്ളേരെല്ലാവരും അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. അവിടെ ബിരിയാണി സെർവ് ചെയ്യാനുള്ള പരിപാടിയിലാണ് എല്ലാവരും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് കണ്ടത് ഒരാൾ അവിടെ ഒരു സൈഡിലിരുന്ന് നാടൻ മാങ്ങ കഴിക്കുന്നുണ്ട്. മാങ്ങ തിന്നാലേ. ഇവിടെ നാടൻ മാവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ മാങ്ങ വീണ് കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ മാങ്ങ എടുക്കാൻ പോവുകയാണേ. ഇതാ തെങ്ങിന്റെ കുഴിയിലൊരു മാങ്ങിയതാ കിടക്കണോ, പോയി പെറുക്കിക്കോ. എടുക്ക്. എന്താ അതിന്റെ കളറില്ലേ? പെറുക്കി എടുക്കൂ, പെറുക്കിന്നല്ലേ. ഇതെന്താ കയ്യില് ചാമ്പയ്ക്കയോ? കാണിക്ക്. കൊറേ ഉണ്ട്. കാണിക്ക്, കയ്യിലുള്ള കാണിക്ക്. ഇവിടെ എല്ലാം കാണിക്കടാ. എവിടെ? എടാ ഒക്കെ പറിച്ചൂലേ? അല്ല അതിലുണ്ട്. ചാമ്പക്കയുടെ ചെടിയൊക്കെ കണ്ടില്ലേ? അങ്ങനെ തിരിച്ചു വരുമ്പോഴാട്ടോ വല്യച്ഛനെ കാണുന്നത്. ഇവിടെ ഉണ്ട്. കാണാറുണ്ടോ? എന്റെ വീഡിയോസ് കാണാറുണ്ടോ? ലൈക്ക് ചെയ്യാറുണ്ടോ? അതാണ്. ഇനി ഇതാ നമുക്ക് ഇവിടുത്തെ പാടവും പറമ്പും ഒക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നാടൻ മാങ്ങയും പിന്നെ പാടത്ത് വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒന്ന് പോയി കാണാം. താഴെ പോയി വരാന്ന്.
ആ പറഞ്ഞ പോലെ അതാലേ. എവിടെ ഇത്ത എവിടെ പോവാ? ഞാൻ ചാമ്പക്കേന്റെ മരത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. എന്താ അപ്പൊ എന്താ പറഞ്ഞു കൊടുക്ക്, അവൻ പറയട്ടെ എന്താന്ന്. ഇതെന്താ സാധനം എന്താ പറയാ? ആ ഈ കഴിക്കോ? ഒന്ന് കഴിച്ചു കാണിച്ച തിന്നണം. കഴിക്കോ? നമുക്കിഷ്ടല്ലോ. ചാമ്പയ്ക്ക പറിക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാടത്തേക്കൊന്ന് ഇറങ്ങുകയാണ്. പാടത്തിപ്പോൾ വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ, പക്ഷേ കുറച്ച് മുന്നേ ഒരുവിധം എല്ലാ പച്ചക്കറികളും നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുപ്പും എല്ലാം കഴിഞ്ഞു. പാടത്ത് പോകുന്ന വഴിയാണ് കേട്ടോ നാടൻ മാങ്ങേൻ്റെ മാവുള്ളത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് കുറച്ച് മാങ്ങകളൊക്കെ കിട്ടി. അതിനെന്താ, ഇതാണോ കിലുക്കാൻ പറ്റിയുള്ള പൂവ് അല്ലേ? എന്താ ഐസ്ക്രീം പൂവോ? വെണ്ടയ്ക്കേന്റെ പൂതൊക്കെ വെണ്ടയ്ക്കേന്റെ കുട്ടികളെ കണ്ടില്ലേ, ചെറുതാണ്. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങകളാട്ടോ. എന്താ അവരിവിടെ കഴിക്കൽ തുടങ്ങി. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ ഇതുപോലെ മാങ്ങ പെറുക്കിയിട്ട് നമ്മൾ മാവിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയവും ഒക്കെയാണ് ഓർമ്മ വന്നത് കേട്ടോ, ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവർക്കും കിട്ടിയ മാങ്ങ എല്ലാവർക്കും കൊണ്ടു കൊടുത്തേ. നമ്മൾ എല്ലാവരും ഇതുപോലെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. എന്തേ എന്താ പറ്റി? ജ്യൂസ് കിട്ടും. സ്റ്റോപ്പ്. അപ്പോൾ മാങ്ങ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആരാന്ന് വെച്ചാലേ, എൻ്റെ ഹെയർ ലോസ് ജേണിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ ലോസ് മാറാൻ കാരണം ഹോമിയോ മരുന്നാണെന്ന്. അപ്പോൾ അതാ ഹോമിയോ മരുന്ന് എനിക്ക് പറഞ്ഞു തന്ന ഡോക്ടറെ വീടാണത്, ഡോക്ടർ അതുല്യ. ഇനി ഡോക്ടറെ കാണണ്ടേ? ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ആ സ്പെക്സ് വെച്ച ചെറിയ ആളാണ് ഞങ്ങളുടെ അനിയത്തി. അതാണ് ഹോമിയോ ഡോക്ടർ അതുല്യ. ഇനി ഇതാ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങോട്ടാണല്ലേ? ഈ ചെടി ഇരിക്കുന്നത് അപ്പുറത്തെ പറമ്പിലാണ്, പക്ഷേ നമ്മുടെ ലിച്ചി ഇരിക്കുന്നതെല്ലാം നമ്മുടെ വീടിനടുത്താണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ലിച്ചിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതോടുകൂടി വീട്ടിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ബിരിയാണി അടിക്കാം. ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരു വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി ഒരുപാട് നേരം എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നിട്ടൊക്കെയാണ് ഞങ്ങളിവിടെ നിന്ന് പിരിഞ്ഞത്. അച്ഛന് സ്പെഷ്യൽ സദ്യയാണ്. അത് ശരി, അങ്ങനെ പറയരുത്.
എല്ലാവരും കാര്യമായ ചർച്ചയിലാണ്. ചർച്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാരേജിലേക്ക് പുതിയൊരു വണ്ടിയും കൂടെ ആഡായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇവിടെ ഇരുന്ന് സംസാരിച്ച് ചൂടെടുത്തപ്പോൾ എല്ലാവരും കൂടെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ AC ഒക്കെ ഇട്ടിരുന്ന് ചൂട് മാറ്റി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ.